ജലസുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജലബജറ്റ് തയ്യാറാക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പഞ്ചായത്തിൽ നേരിടുന്ന ജലക്ഷാമം മറികടക്കാനുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് ബജറ്റിലുള്ളത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പഞ്ചായത്ത് പരിധിക്കുള്ളിലെ ജലലഭ്യതയും വിവിധ മേഖലകളിൽ ആവശ്യമായ ജലത്തിന്റെ അളവും തുലനം ചെയ്താണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ജലബജറ്റ് തയ്യാറാക്കിയത്. ഇതുപ്രകാരം 27.07 ദശലക്ഷം ഘനമീറ്റർ വെള്ളം മഴയിലൂടെ വർഷം തോറും ഇവിടെ ലഭിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ ജല ആവശ്യം 11.08 ദശലക്ഷം ഘനമീറ്ററാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ 15.99 ദശലക്ഷം ഘനമീറ്റർ വെള്ളം മിച്ചം വരുന്ന പഞ്ചായത്തിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ജലക്ഷാമം നേരിടുന്നു. ഇതിന് പരിഹാരം കണ്ടെത്തി ജലക്ഷാമമില്ലാത്ത പഞ്ചായത്താക്കി മാറ്റാനാണ് ഭരണസമിതിയുടെ പരിശ്രമം. ഇതിനായി മഴവെള്ള സംഭരണി ഉണ്ടാക്കൽ, കിണർ റീചാർജിംഗ്, തോടുകളുടെ നവീകരണം, തോടുകളിൽ തടയണകൾ കെട്ടൽ, വനവൽക്കരണം, ശാസ്ത്രീയമായ കൃഷിരീതി, വയലുകളെ സംരക്ഷിക്കൽ, തരിശുനിലങ്ങളിൽ കൃഷി ചെയ്യൽ, കുളം നവീകരിക്കൽ, മഴക്കുഴി നിർമ്മാണം എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ജലബജറ്റ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിൽ നമ്മുടെ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജല ബജറ്റിലൂടെ നമ്മൾ മുൻകരുതൽ എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും പഞ്ചായത്തിൻ്റെ പദ്ധതിയിലൂടെയൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കുളങ്ങളായാലും തോടുകളായാലും മറ്റ് ജല സ്രോതസ്സുകളെയൊക്കെ തന്നെ പുനരുദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെ നിലനിർത്താനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS നജീബ് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK പ്രസന്ന, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P സനൽ, P രവീന്ദ്രൻ, ഷാഹിന, സുനീറ, പഞ്ചായത്ത് അംഗം M രാമചന്ദ്രൻ, ഫായിസ് ബീരിച്ചേരി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KV വിജയൻ, പഞ്ചായത്ത് സെക്രട്ടറി പ്രമീള ബോബി, CDS ചെയർപേഴ്സൺ സുഹറ തുടങ്ങിയവർ സംസാരിച്ചു. ജലബജറ്റിൽ നിന്ന് ജലസുരക്ഷയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇൻലാൻഡ് നാവിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AP സുധാകരൻ ക്ലാസ് എടുത്തു. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ PV ദേവരാജൻ മാസ്റ്റർ ചർച്ച ക്രോഡീകരിച്ചുകൊണ്ട് സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി I ബിനു സ്വാഗതവും തൊഴിലുറപ്പ് AE ശ്യാമിലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.